നമസ്കാരം. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ശ്രീ സുരേഷ് ഗോപി. കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ വിജയിക്കുന്ന ആദ്യ ലോക്സഭാ അംഗമായിരിക്കുകയാണ് അദ്ദേഹം. 2004 തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിന്ന് NDAയ്ക്ക് ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ജയിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയല്ല, NDAയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ശ്രീ PC തോമസ് ആണ് സ്വതന്ത്രനായി നിന്ന് അന്ന് വിജയിച്ചത്. ശ്രീ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും ഇവിടെ ഫലം കണ്ടിരിക്കുകയാണ്. എങ്കിലും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം വോട്ടുകൾ നേടി വിജയിച്ചതിൻ്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായി ഉണ്ട്. രാജ്യത്ത് പ്രകടമായ ഒരു BJP തരംഗം ഇല്ലാതിരുന്നിട്ടും ശ്രീ സുരേഷ് ഗോപിക്ക് വിജയിക്കാനായെങ്കിൽ അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നവും സ്ഥിരോത്സാഹവും തന്നെയാണ്. എങ്കിലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സംഭാവന നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുകയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കരവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പായിരുന്നു ശ്രീ V സുനിൽകുമാർ എത്ര നല്ല വ്യക്തിയാണെങ്കിലും ഇപ്രാവശ്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കില്ല എന്നുള്ളത്. ഈ ഒരു പരിതസ്ഥിതിയിലും അദ്ദേഹത്തിന് 2ാം സ്ഥാനം ലഭിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ വിജയം തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം പുറത്തു വന്നിട്ടില്ല. ആയതിനാൽ തന്നെ EVMൽ രേഖപ്പെടുത്തിയ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ട് സംസാരിക്കാം. സുരേഷ് ഗോപിക്ക് 37.8% വോട്ട് ഷെയർ, സുനിൽകുമാറിന് 30.9%, എന്നാൽ ശ്രീ K മുരളീധരന് ലഭിച്ചിരിക്കുന്നത് 30.03%. തീർച്ചയായും ശ്രീ K മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കുകയുണ്ടായി. ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരായി 2 മുന്നണികളിലുമായി ശക്തരായ 2 സ്ഥാനാർത്ഥികൾ ഇരുവശത്തും അണിനിരന്നപ്പോൾ അത് സുരേഷ് ഗോപി തോറ്റ് കാണണം എന്നാഗ്രഹിക്കുന്ന വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തന്നെ കേരളത്തിൽ സാധാരണ സ്ഥിരം കണ്ടുവരാറുള്ള ക്രോസ് വോട്ടിംഗ് തന്ത്രം പാളുകയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് തൃശ്ശൂർ പൂരം സംബന്ധിച്ചുണ്ടായ വിവാദം. ഇത് നല്ല രീതിയിലുള്ള ഒരു സാമുദായിക ധ്രുവീകരണത്തിന് വഴി തെളിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രചാരണത്തിന്റെ ആദ്യ റൗണ്ടിലൊക്കെ പിന്നിലായിരുന്ന സുരേഷ് ഗോപിക്ക് ഇത് വളരെയധികം ഊർജ്ജം ലഭിച്ച ഒരു വിവാദം തന്നെയായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതാണോ ഉണ്ടാക്കി കൊടുത്തതാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കോൺഗ്രസ്സുകാരുടെ ഇടയിലെ കാലുവാരലും മറ്റൊരു ഫാക്ടർ തന്നെയായിരുന്നു. തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ ഏറെക്കുറെ നല്ല സ്വാധീനം ഉറപ്പിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ശ്രീ TN പ്രതാപൻ. അദ്ദേഹത്തെ അവസാന നിമിഷം അവിടെ നിന്ന് മാറ്റിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഒരു വലിയ മണ്ടത്തരം തന്നെയാണെന്ന് തന്നെ പറയാം. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീ TN പ്രതാപൻ നടത്തിയ ചില പ്രസംഗങ്ങളാണ്. അതൊക്കെ ഒരുപക്ഷെ ചില ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാരിൽ അവമതിപ്പുണ്ടാക്കും എന്ന കാരണം കൊണ്ടും കൂടിയാവാം ശ്രീ TN പ്രതാപനെ അവിടെ നിന്ന് മാറ്റിയത്. ഇത്രയും സാഹചര്യങ്ങൾ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തിന് അനുകൂല ഘടകമായി. പല പ്രാവശ്യം തോറ്റിട്ടും ആ മണ്ഡലത്തിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കാൻ സുരേഷ് ഗോപി കാണിച്ച ആത്മവിശ്വാസം ശ്ലാഘനീയമാണ്. മണ്ഡലത്തിലെ ഭൂരിഭാഗം വോട്ടർമാരുടെ ഇടയിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞു. പിന്നെ തീർച്ചയായും ഇദ്ദേഹത്തിനെതിരെ നടത്തിയ സൈബർ ആക്രമണങ്ങളും എടുത്ത കേസുമൊക്കെ ഇദ്ദേഹത്തിന് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതും വസ്തുതയാണ്. വിശ്വവിഖ്യാത എഴുത്തുകാരനായ പൗലോ കൗലോയുടെ ഒരു വാചകമുണ്ട്. അത് ഏകദേശം ഇപ്രകാരമാണ്: നിങ്ങൾ 7 പ്രാവശ്യം വീണോട്ടെ, പക്ഷേ 8ാമതും നിങ്ങൾക്ക് എഴുന്നേക്കാൻ ഊർജം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. തുടർന്നുള്ള കാലങ്ങളിലും അദ്ദേഹത്തിന് മണ്ഡലത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.